മോളെ ശ്രീ, എന്തായിണ് നിന്റെ കാക്ക്? ഇന്നലെ കിടക്കാൻ പോയപ്പോ ഒന്നും ഉണ്ടായിട്ടല്ലോ, ഇപ്പൊ എന്തായി നിന്റെ കാക്ക്? ശ്രീകുട്ടി, ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നേ, നിനക്കെന്താ കേക്കുന്നില്ല പെണ്ണേ? രാവിലെ കുളി റൂമിൽ കാല് തെറ്റി നാട്ട് ചുമരിലിടിച്ച് അതാ. ഓ എന്റെ ശ്രീ, നിനക്ക് ശ്രദ്ധിച്ചൂടെ പെണ്ണേ? ഈ കയ്യാത്ത കാല് വെച്ച് നീ ഏടുക്ക് ഒറ്റക്ക് ഇങ്ങനെ പോന്നേ ഒരുങ്ങീറ്റി? അമ്മ, ഞാൻ പാർട്ടി ഓഫീസിലേക്കാണ്. ഇന്ന് കാലത്ത് 9 മണിക്ക് കുഞ്ഞിരാമേട്ടന്റെ സ്ഥല പ്രശ്നം തീർക്കാന്ന് പറഞ്ഞിനി. ഞാൻ പോയില്ലേ ശരിയാവില്ല, അതുകൊണ്ട് എനിക്ക് പോണേ വേണം. ശ്രീ, നീ എന്ത് കണ്ടിട്ട് മോളെ വല്ലാൻ്റെ കാര്യത്തിൽ തല ഇടുന്നേ? വെറുതെ ഓരോരോ പ്രശ്നത്തിൽ ചാടിയിട്ട് വരും. അതെങ്ങനെ അപ്പനെ വേണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുന്നേ? അമ്മ അത് വിട്. ഓളെടുത്തു നന്ദു, ഓളെ രാവിലെ എന്നെ കാണണമെന്ന് വിചാരിച്ചത്. ഓളെടുത്തു പോ. ആ, എന്തിനിപ്പോ ഓളെ കണ്ടിട്ട്? വെറുതെ കൽമാനാണേല് മാച്ചിയിൽ കിട്ടും രണ്ടിനും. അമ്മ, കൽമാനൊന്നും അല്ല, പറ ഓളെ എടുത്തു. ഓള് കാലത്ത് എണിച്ചിട്ട് ഓളെ പണിക്ക് പോയിനി, നിന്നെ കാക്കാനൊന്നും നിന്നിട്ടാ. ഓ, അപ്പോൾ മനഃപൂർവ്വം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ? നീ വൈകുന്നേരം എടുക്കുന്ന വരുമല്ലേ, അപ്പൊ ഞാൻ പറയാട്ടോ. നീ എന്ത് പെണ്ണ ആലോചിക്കുന്നേ? പോണ്ടേ നിനക്ക്? ബാ, ഇരുന്ന് എന്തേലും കഴിക്ക്. എനിക്കെന്തു വേണ്ടാമ്മ, ഞാൻ പോന്ന്. ഇപ്പൊ എന്നെ ലേറ്റായി. പിന്നെ ഇത് ഞാൻ ആർക്കാക്കിട്ട് വെക്കുന്നേ? തിന്നാൻ ആളില്ലല്ലോ. അമ്മ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. എന്നാ ആടെ ഒന്നും കഴിക്കാണ്ട് എന്നെ കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്. അവരെ വിട്ടിട്ട് ഞാൻ എങ്ങനെ? ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാം. അമ്മ അച്ഛൻ ഒന്നിച്ച് കഴിക്കും. ആ, പറഞ്ഞ പോലെ മുരളിയേട്ടൻ എടുത്തു. പെണ്ണെ, നിനക്ക് കിട്ടുന്ന എന്റെ കയ്യിന്ന്. അയ്യോ വേണ്ട, ഇല്ലേലേ കഴിയുന്നില്ല. അപ്പൻ എടുത്തു അമ്മ. ഒരു മാധവട്ടന്റെ വീട്ടിൽ പോയി നീന്ന് തോന്നുന്നു. ഓ, എന്നെ കേട്ടിട്ട് വന്ന് പറഞ്ഞു ഞാൻ പാർട്ടി ഓഫീസിൽ പോയി നിന്ന്. ആയി, പോയിട്ട് വാ. ആ, കുഞ്ഞിരാമേട്ട എന്താ വീട് നിൽക്കുന്നേ? ഉള്ളിൽ കയറിക്കൂടായിരുന്ന? അവിടെ ഇരിക്കാൻ ജാഗണ്ടേ? ഓ, അതിനെന്താ മോളെ, ഇത് ആൾക്കാർ വരുന്നല്ലേ ഉള്ളൂ. അതെ, സഖാവട്ടം വന്നിട്ടാ? ഇല്ല മോളെ, ഓൻ വരുമ്പോ കുറച്ച് ബയ്യൂന്ന് പറഞ്ഞു. ഓ, നിങ്ങ എന്തേലും തിന്നിട്ടാ വന്നിനെ? ആ മോളെ, ഇന്നലത്തെ കഞ്ഞി ഉണ്ടായിനി, കുടിച്ചിട്ട് അയിഞ്ഞത് ഇങ്ങോട്ട്. ആ, എന്നാ നിങ്ങളെ ഉള്ളിൽ കയറിയിരിക്കും, ഓറല്ല ഇപ്പൊ വരും. ആ മോളെ, അല്ല നിന്റെ കാക്ക എന്തായി? അത് കുളിറൂമെന്ന് വീണത് അച്ഛങ്ങനെ. ഓ, നോക്കണ്ട മോളെ നീ. അത് കുഴപ്പമില്ലപ്പാ, മാറും. ആ, എന്നാ ഞാൻ ഉള്ളിലിരിക്കുന്നു. ആ, ശരി. നന്ദു, നീ ഇന്ന് കാണോ? എല്ലാരും എന്നോട് ഇപ്പൊ എന്തായിന്ന് ചോദിക്കുന്നു. നീ പോയിട്ട് വരുമല്ലേ? എന്റെ കയ്യിൽ നിന്നുണ്ട് കേട്ടോ. മാമ കാലത്തന്നെ വീടുണ്ടല്ലോ, എന്തെപ്പാ? എന്ത് പറയാനും മോനെ, ഓരോന്ന് ആലോചിച്ച് തല ചൂടാന്ന്. അങ്ങനെ ഉണ്ടാകുമ്പോ വീട്ടിൽ വന്ന് ഇവനോട് മുണ്ടിയാലെല്ലാം മാറുന്നു. അല്ല, നീ എടുക്ക പോവാൻ കഴിഞ്ഞത്? ഞാൻ പാർട്ടി ഓഫീസിലേക്ക്. ഇന്നല്ലേ കുഞ്ഞിരാമേട്ടന്റെ സ്ഥല പ്രശ്നം, ഇന്നെങ്കൊന്ന് അത് ശരിയാക്കണം.
ആ നീ അത് പറഞ്ഞപ്പോ ഓർമ്മയി, ഓൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടാവും. ആര് മുരളി? നമ്മുടെ ശ്രീമോളാ? ആ ഓളുന്നെ. ആ ഞാൻ ഓളെ കണ്ടിട്ട് അതിശയപ്പെടുക. ഞാനല്ല എന്നിനും പോവാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് സമയം കളഞ്ഞു. ഓളെ പോലെ എനിക്കും അന്ന് എന്തേലും ചെയ്യാറുന്നു. എന്നാ എനിക്കോ പേടി. ഹാ, അതെല്ലാം കഴിഞ്ഞല്ലേ. ഓളെ കണ്ട് നോക്കി നിൽക്കാനല്ലേ എനിക്കിപ്പോ പറ്റൂ. അതെന്തപ്പാ എന്റെ സഖാവ് മാധവേട്ടന്റെ ഭാര്യക്ക് എത്ര വിഷമം. സഖാവിനെ ഡിവോഴ്സ് ചെയ്ത് എന്റെ ഒപ്പം വാ, നമുക്ക് കുറച്ച് സമാധാനം ചെയ്യാന്ന്. എന്ത് പറയുന്നു ശാന്തേച്ചി? ഡാ, നീ എന്റെ കയ്യിൽ നിന്ന് മേണിക്കൂട്ടാ. ഇവന്റെ തമാശ മനസ്സിന് ഒരു കുറവില്ലല്ലേ മാധവ? എന്ത് പറയാ മുരളി, എന്റെ അല്ലേ മോൻ. അല്ല, നീ എന്തോ കല്യാണ കാര്യം പറയുന്നുണ്ടായിനി, എന്തായത്? ആരുടെ കല്യാണ കാര്യപ്പാ? നിന്റെ പറഞ്ഞത്? എന്റെയാ അപ്പ? ഇല്ല മോനെ, ഉറപ്പിച്ചിട്ടാ. നിന്നോട് ചോദിക്കാതെ ഞാൻ എന്തേലും ചെയ്യുവാ? അപ്പൊ നീ ഓനോട് പറഞ്ഞിട്ടേ? ഇല്ല. ഓ മോനെ, ആലോചന ഇങ്ങോട്ട് വന്നതാ. നിന്നെ ഓർക്ക് നന്നായി ബോധിച്ചൂന്ന്. പിന്നെ നിനക്ക് നല്ല ജോലി ഉണ്ടല്ലോ മോനെ. അപ്പനെ മോനെ അറിയാലോ, നിന്നോട് ചോദിക്കാണ്ട് എന്തും തീരുമാനിക്കല്ല. അതുകൊണ്ട് മോൻ പറ, അനക്കിപ്പോ? അപ്പ അമ്മ, എന്റെ കല്യാണം കഴിഞ്ഞിന്. ഞാൻ മാരീഡ് ആണ്. എന്താണ്? അതേപ്പാ, ഞാനൊരു പ്രാവശ്യം കല്യാണം കഴിച്ച് കഴിഞ്ഞതാ. മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പ അമ്മ, സോറി, ഞാൻ ഇത്രയും നാള് പറയാത്തതിന്. മാധവ, ഞാൻ പോന്ന്. നിങ്ങൾ സംസാരിക്കുക. മുരളി, എന്താ തിരക്ക്? ഒന്നുമില്ല, നിന്നിപ്പോ ഓരോടുമുണ്ട്. ഞാൻ പിന്നെ വരാം. ആ മോനെ ജീവ, പറ. എനക്കും നിന്റെ അമ്മയ്ക്കും നിന്നെ നന്നായി അറിയാം, അല്ലേടി? ആ അതെ, നീ ഇത്രയും വലിയ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കണേല് എന്തെങ്കിലും ഉണ്ടാവും. ഉണ്ട്, എന്നാ ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പ അമ്മ, സോറി. മോനെ, നിനക്കറിയാം ഇത്തരം സാഹചര്യത്തിൽ എന്റെ മറുപടി എന്താന്ന്. എന്താണേലും അപ്പ നിന്റെ ഒന്നിച്ചുണ്ടാവും. അമ്മയും. അല്ല, എന്നിട്ട് ഓളും എടുത്തു? ഓള് അതെ, മാന്യായിട്ട് സംസാരിക്കണം. മിണ്ടാണ്ട് നിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് താലേ കയറി ഇറങ്ങാൻ നിക്കല്ലേ. അതിന് നീ എന്ത് കാണിക്കുന്നു? കൊറേ ആയല്ലോ ഇയാളൊപ്പം ചേർന്ന് എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നു. വെറുതെ വീട്ടിലിരുന്നിട്ട് വലിയ അടുക്കള പണി എടുത്താ പോരാട്ടോ നിനക്ക്? എടോ അത്തനാടിയിലെ കൊമ്പത്തെ മുതലാളി ദാമു, നിങ്ങളെ എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കും ഇവിടെ ഇരിക്കണ ഓരോരുത്തർക്കും അറിയാട്ടാ. അങ്ങനെ ഉണ്ടാകുമ്പോ ഇയാള് വീണ്ടും എന്റെ അടുത്ത് ചേർക്കാൻ വരില്ലേ? ദാമോട്ടാ, മതി, ഇരിക്കവിടെ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇവിടെ എല്ലാരും സമാധാനമായിട്ട് ചർച്ച ചെയ്യാനല്ലേ വന്നിനെ, അല്ലാണ്ട് ചന്തയും മീൻ വാങ്ങാനല്ലല്ലോ. അതൊന്നും എനിക്കും പറയാനുള്ളത്. സമാധാനമായിട്ട് സംസാരിക്കാന്നല്ലേ പറഞ്ഞിനെ. ഇനി ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടെ ഞങ്ങൾ സമ്മതിച്ചത് അതിനെ. ഇയാൾ ഇത്ര നേരം വായിട്ടലച്ചിട്ട് ഇയാളുടെ എല്ലാ തോന്നിവാസം അറിഞ്ഞിട്ടോ. നിങ്ങൾ സഖാക്കൾ കണ്ടില്ലാന്ന് അടിക്കുന്നുണ്ടല്ലോ, കാണുമ്പോഴാ ചോദ്യം വരുന്നത്. സഖാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് മനസ്സിലാവും. അതിനുവേണ്ട നടപടി എടുക്കാൻ തന്നെയാ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചർച്ച ഉണ്ടാക്കിയ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്നിട്ട് എടുത്തു നിങ്ങളെ എടുത്ത നടപടി. കഴിഞ്ഞ 2 കൊല്ലായി കുഞ്ഞിരാമേട്ടൻ ഇതിന്റെ പിറകെ പോകുന്നത്. ശ്രീ, മതി, നിർത്ത്. ദാമോട്ടൻ പറ, കുഞ്ഞിരാമേട്ടൻ കാണിച്ച രേഖയില് എന്താണ് ഞങ്ങൾ കാണാത്ത തെറ്റെന്ന്?
സഖാവിന് അറിയാല ഇപ്പോഴത്തെ ഭൂമിന്റെ വില. ഈ കാണുന്ന കുഞ്ഞിനാവൻ എന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയപ്പോ അയാൾക്ക് അത് മുഴുവൻ തരാൻ പറ്റിയില്ല. വർഷം ഒന്ന് കഴിഞ്ഞിട്ട് തുക മൊത്തം തന്നു തീർക്കാന്ന് ഇയാള് പറഞ്ഞിട്ടാ പോയത്. എന്നിട്ടാ 2 വർഷം പോയി തന്നിട്ടാ. എന്നിട്ട് ഈ കാണുന്ന രേഖയിൽ പേരാക്കി കൊടുത്തു എന്ന് പറഞ്ഞ കാശ് തരേണ്ടത് ആര് തന്നു തീർക്കും? അയ്യടാ, എന്ത് നന്നായിട്ടാ ന്യായം പറയുന്നേ. ശ്രീ, സഖാവ് മിണ്ടാതിരിക്കെ. കുഞ്ഞിരാമേട്ടൻ പറ. കുഞ്ഞെ, അന്ന് സ്ഥലം റെക്കോർഡ് ചെയ്തപ്പോ പറഞ്ഞ കാശ് ഞാൻ 2 കൊല്ലത്തിൽ തീർത്തതാ. എന്നാ മുതലാളി അപ്പൊ പറയുക ഈ സ്ഥലത്തിന് നല്ല വിലയാണ്, ആ കാശ് തന്നാ പോരാന്ന്. ഞാൻ എന്താ ചെയ്യണ്ട കുഞ്ഞെ? ഞാൻ ഏടിങ്ങനെ ചോദിക്കുമ്പോ കാശ് എടുത്ത് കൊടുക്കാൻ. കുഞ്ഞിനറിയില്ല എന്റെ കെട്ടിയോട് കിടപ്പിലായിട്ട് 6 മാസം കഴിഞ്ഞെന്ന്. ജോലി കിട്ടുന്ന കൂലി അവളുടെ മരുന്നിന് പോലും തികയുന്നില്ല. കഴിഞ്ഞ 2 മാസമായി ഈ മോള വീട്ടിലേക്കുള്ള സാധനം മേടിച്ചു വന്നത്. കുഞ്ഞിരാമേട്ടന്റെ വിഷമം പാർട്ടിക്ക് മനസ്സിലായി. ഇനി ദാമോട്ടൻ എന്തേലും ന്യായീകരിക്കാനുണ്ടാ? അയാൾ ഇപ്പൊ പറഞ്ഞത് കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ തന്നെ പറ. അയാൾക്ക് അന്ന് ഞാൻ സ്ഥലം കൊടുത്തിട്ടേല് എനിക്ക് 2 കൊല്ലം കഴിയുമ്പോ എനിക്ക് എത്ര ലാഭമായനെ? ഉണക്കൊതിയെ. ദാമോട്ടന് ഇനി എത്ര കാശ് വേണമെന്നാ പറയുന്നേ? ഇനി ഒരു 25,000. 25,000? അത് കൂടുതലാ. 15,000 അത് മതി. പാർട്ടി അത് തീരുമാനിച്ചു. 15,000 രൂപ കുഞ്ഞിരാമേട്ട ഏടുന്ന് എടുത്ത് കൊടുക്കുന്ന ഈ സഖാവ് പറയുന്നേ. ആ തുക പാർട്ടി കുഞ്ഞിരാമേട്ടന് വേണ്ടി വീട്ടും. ദാമോട്ടന് സമ്മതല്ലേ? ആ, എനിക്ക് കാശ് കിട്ടിയാ മതി, ആരെങ്ങനെ വന്നാലും വേണ്ടില്ല. ആ, അപ്പൊ പാർട്ടിയുടെ ഈ തീരുമാനം അന്തിമമായി പ്രഖ്യാപിച്ച് ഈ യോഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ആ, പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്റെ വീട്ടിലേക്ക് ഇനി ആരും കല്യാണാലോചന എടുത്തോണ്ട് പോകണ്ട. ആർക്കും അത്ര ആഗ്രഹം ഒന്നുമില്ല, എനിക്കറിയാം. എന്നെ കെട്ടിച്ചാലൊന്നും പാർട്ടിയിൽ നിന്ന് എന്റെ പ്രവർത്തനം കുറയുന്ന ആരും കരുതണ്ട. ഇപ്പൊ ഒന്ന് കാണുന്നില്ലേ ഞാനിവിടെ ഇത്രയും ആക്റ്റീവായിട്ട്? സഖാവ് പറഞ്ഞത് മനസ്സിലാവില്ല. ആ, മനസ്സിലായി. ആർക്കും ഒന്നും കത്തിയില്ലാന്ന്. ഞാൻ മാരീഡ് ആണ്. എന്താണ്? ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. സഖാവ് എന്തീ പറയുന്നേ? ജീവ, നീ എന്താ പറയുന്നേ? നിന്റെ അതെ സഖാവേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ് ഞാൻ പ്രേമിച്ചാ കിട്ടിയത്. എന്നിട്ട് എടുത്ത് സഖാവ് നിന്റെ ഭാര്യ? അത് കുഞ്ഞിരാമേട്ട, ഞാൻ പോന്ന്. ഇവിടുത്തെ കാര്യം കഴിഞ്ഞല്ലോ. ഞാൻ ഇത് കഴിക്കാണ്ടാ വന്നേ. പോയി എന്തേലും കഴിക്കണം. ശ്രീമോളെ, നിന്റെ കണ്ണെന്താ നിറഞ്ഞേ? പൊടി പോയിന്ന് തോന്നുന്നു. ഞാൻ പോന്നു. കുഞ്ഞിരാമേട്ട, ഓളെന്തീ പറഞ്ഞേ? കാലിനെന്തായേ? ഓ കുഞ്ഞെ, കുളിറൂമെന്ന് വീണെന്നാ പറഞ്ഞത്. ഒട്ടും ശ്രദ്ധിക്കില്ല. പിന്നെ കുഞ്ഞി പറഞ്ഞത് നമുക്ക് സങ്കടമായെന്ന് തോന്നുന്നു. കണ്ണ് കലങ്ങിട്ടുണ്ടായി. ഓ, എന്നാ ഞാൻ പോയി മിണ്ടിട്ട് വരാം. ശരി കുഞ്ഞ്. എനിക്ക് തോന്നുന്നത് മോക്ക് മോനെ വലിയ ഇഷ്ടമാണ്. അതാ അവക്ക് വേദനിച്ചത്. നാന്തു, എന്ത് സഖാവേ, അടുത്ത ചർച്ച കഴിഞ്ഞ എന്തിനാ എന്റെ പിന്നാലെ ഓടി വന്നേ? കലിപ്പിലാണല്ലോ നന്ദു. സഖാവേ, ഞാനൊരു കാര്യം പറയാം. എന്റെ നന്ദൂന്ന് വിളിക്കാൻ ഞാൻ ഒരാൾക്ക് അവകാശം കൊടുത്തിട്ടു. ഓ, അല്ല നിന്റെ കാലിനെന്തായി? തെന്നി വീണ്. എന്തേ? ഓ, ഒന്നുമില്ലപ്പാ. അല്ല സഖാവേ, എവിടുന്ന ഈ ധൈര്യം കിട്ടുന്നേ? എന്തിന്? ഇങ്ങനെ എല്ലാം കാണിച്ചു കിട്ടാനും വിളിച്ചു പറയാനും. ഓ, പിന്നെ ഞാൻ വെറുതെ സഖാവായിന്നാണോ നിന്റെ വിചാരം? അല്ല, നിങ്ങക്ക് എവിടുന്ന് കിട്ടുന്നു ഇങ്ങനെ വലിയ വലിയ ആൾക്കാരോട് സൽമാന്? ആ, അത് കിട്ടിയിട്ട് കുറച്ച് കാലായി. ഓ, അല്ല നന്ദു ഇന്ന് പോയിനാ കോളേജിലേക്ക്? പോയിനി. ഓ, പിന്നുണ്ടല്ലോ, ഇന്നലത്തെ പോലെ രണ്ടും പ്ലാൻ ചെയ്ത് തോന്നിയ ദിവസം കാട്ടാനാ ഭാവം മേല്. എന്റെ സ്വഭാവം മാറും, പറഞ്ഞിട്ടാന്ന് വേണ്ട. ഓ, നിങ്ങക്ക് വേറെ സ്വഭാവം ഉണ്ടോ? കാണണല്ലോ അപ്പൊ.
ദേ നന്ദു എന്റെ ചേച്ചിയാണ്, സഖാവും ചേച്ചിയും നല്ല ക്ലോസ് ആണെന്ന് എന്നൊന്നും ഞാൻ നോക്കല്ല. രണ്ടിനെയും തൂക്കിയെടുത്ത് അച്ഛന്റെ മുമ്പിലിടും. ഏയ് ഡോണ്ടു, നിനക്ക് എല്ലാം അറിയാലോ എന്നെയും നന്ദനെയും കുറിച്ച്. അതാ ഞാൻ ഈ അനുഭവിക്കുന്നേ. സഖാവ് ഇവിടുന്ന് പോയേ, ഞാൻ എന്തും കഴിക്കാണ്ടാ വന്നേ. എനിക്ക് നല്ല വിശപ്പുണ്ട്, പോയിട്ട് വേണം എന്തെങ്കിലും തിന്നാന്. നന്ദു നീ, ഓ സോറി ശ്രീ, നീ വയ്യാത്ത കാലം വെച്ച് ഒന്നും കഴിക്കാതെയാ വന്നേ. കയ്യപ്പ വാ, ഞാൻ നിന്നെ എടുക്കാം. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ആടെ സഖാവ് എന്തൊക്കെയാ പറഞ്ഞു വന്നേക്കുന്നേ. എന്നിട്ട് ഇനി എന്റെ ഒന്നിച്ച് കണ്ടിട്ട് അത് മതി. ഞാൻ പോവാ, സഹായത്തിന് ഒരുപാട് നന്ദി. ആ കുരുട്ടനെ ഞാൻ പോയി കാണുന്നു. അമ്മേ, താൻ പോകുമല്ലോ അല്ലേ? ആ എനിക്ക് വരാനും അറിയാമെങ്കിൽ പോവാനും അറിയാം. എന്തായി എന്റെ ശ്രീകുട്ടിക്ക്? അമ്മ പറഞ്ഞു മോള് വീണൂന്ന്. നന്നായി കൊണ്ടാവും. ഇല്ല അപ്പാ, ഇപ്പൊ വേദന ഒന്നുമില്ല. ആ രാധ പറഞ്ഞ് നീ പാർട്ടി ഓഫീസിൽ പോയിട്ട് വന്ന ശേഷം റൂമിലെ ഒറ്റ കിടത്താണ്. എന്തായി എന്റെ മോക്ക്? ആടെന്തേലും പ്രശ്നമായാ? ആടെയോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. എന്നോട് പ്രശ്നം ഉണ്ടാക്കിയ വന്നവര് സമാധാനത്തോടെ ഇറങ്ങിയ ചരിത്രം ഉണ്ടാ? അതില്ലപ്പാ. അപ്പോ പിന്നെ എന്ത് ഈ മൂട് പോവാൻ ഇത്ര കാരണം? അതൊന്നും ഇല്ലപ്പാ, ഓരോന്ന് കേൾക്കുമ്പോ ആലോചിച്ചു പോന്ന്. ആ അത് വിട്. ഞാൻ കാലത്തെ മാതാന്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. ആ അമ്മ പറഞ്ഞിനി. ഓ ഓന്റെ മോനെ ഒരു നല്ല കല്യാണം അയച്ചിട്ട് വന്നിട്ടുണ്ടായി. ഞങ്ങൾ അതിനെ കുറിച്ച് മിണ്ടുമ്പോ ഓൻ പെട്ടെന്ന് പറഞ്ഞു ഓന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട. ഇപ്പോഴും കഴിഞ്ഞില്ല. ചെക്കൻ പറഞ്ഞത് ഇപ്പോഴും കാതെ കേക്കുന്നു. എന്നാലും ആ കുഞ്ഞ് ആരിപ്പാ? ഓളെന്തിപ്പോ ഓന്റെ ഒന്നിച്ചില്ലാത്ത? അപ്പാ ജീവട്ടം ചെയ്തത് തെറ്റാ? പിന്നല്ലാതെ ഓ കെട്ടിയത് പോട്ട്. ആ കുഞ്ഞിനെ വിട്ടിട്ട് ഓൻ ഒറ്റക്ക് നിക്കണ്ടേ? എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാന്ന്. നന്ദുവിന്റെ കല്യാണം വേഗം നോക്കണപ്പാ. അപ്പ നന്ദനോട് ആദ്യം ഓൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടാന്ന് ചോദിക്കും. ഓളെ വെറുതെ വിഷമിപ്പിക്കണ്ട. ഓ ഓളാരും ഇഷ്ടപ്പെടാന്? ഓക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പേടിക്കണേ നിന്നെ പേടിക്കണം. അപ്പ ആയി ഞാൻ തമാശ പറഞ്ഞതപ്പാ. ഞാൻ ഓളോട് ചോദിക്കാം പോരെ? ഓക്കെ, അത് മതി. പിന്നെ അപ്പ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വിളിച്ചോടിക്കോളാം. നിങ്ങൾക്ക് ചെലവില്ലല്ലോ. അങ്ങനെ ആക്കിയ പിന്നെ നിന്നെ ഞാൻ ഇവിടെ കേട്ടല്ല. അപ്പോ സത്യായിട്ടും? സത്യം. അപ്പോ ആ ഇനി അതിനെ ആലോചിച്ച് നിക്കണ്ട. നീ കടുക്ക്, വേദന പോട്ട്. അമ്മ ശ്രീ എടുത്തു. എന്തിനിപ്പം നിനക്കോള്? ആ അവള് കാലത്ത് തന്നെ നിന്നെ പെരുതുന്നുണ്ടായി. വേഗം പോയിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കും. അമ്മ അമ്മ ഒക്കെ എന്തെങ്കിലും ആയിനാ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ആ അവളെ കാക്കെന്തോ കൊണ്ടീനി. മോളെ ശ്രീ ഈ വക്കിനി എന്തായി? ഓ നീ വന്ന? സോറി ശ്രീ, ഐ ആം റിയലി സോറി. ഞാൻ കാരണം. മിണ്ടണ്ട, നീ ഒരു വാക്ക് എന്നോട് പറയാറുന്നു. ശ്രീ അത് പിന്നെ നിനക്കറിയാലോ ഞങ്ങളെ കുറിച്ചിട്ട്. ഇന്നാളെ നീ നിന്ന് പരങ്ങുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിക്കണല്ലോ അതെനിക്കുള്ള പണിന്ന്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞോ അതുമില്ല. എടി നന്ദു, ഞാൻ ഇന്ന് വീട്ടിൽ വരട്ടാ? ജീവ നീ എന്ത് ഉദ്ദേശത്തിലാ പറയുന്നേ? വേണ്ടാട്ടാ, ഞാൻ ഒന്നിനുമില്ല. അപ്പ അറിഞ്ഞ സീൻ എന്നാ വേറെ. പ്ലീസ് ഡി, ഞാൻ വരും. നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ശ്രീ എന്നെ കൊല്ലു അറിഞ്ഞാല്. നിനക്കറിയാലോ ഓക്കെ എന്നോടുള്ള വിശ്വാസം കണ്ട. ഇല്ലേ മോനെ നീ തീർന്ന്. ശ്രീനെ ഞാൻ നോക്കാം. നീ നൈറ്റ് എന്നെ വെയിറ്റ് ചെയ്ത് നിക്ക്. ജീവ വേണ്ടറാ, അപ്പ കണ്ട. അപ്പൊ രാത്രി 10:30. ഓക്കെ? നീ എന്റെ കുഴി തോണ്ടിട്ടേ വിടുവല്ലേ?
ജീവ എടാ മനുഷ്യരുടെ തീ തിന്നിട്ട് നിക്കുവായിരുന്നു, ആരെല്ലാം കണ്ടാ തീർന്ന്. ഒന്ന് പോ പെണ്ണെ, നീ എന്തിനിങ്ങനെ പേടിക്കുന്നേ? പിന്നെ പേടിക്കാണ്ട്, അപ്പ കണ്ട ശവപ്പെട്ടി, ശ്രീ കണ്ട അടി ഉറപ്പ്. നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുവാണേ. ഞാനിത് വീട്ടിൽ ആദ്യമായിട്ടല്ലേ കേറുന്നേ, ഹോസ്റ്റലിൽ കേറിയ പോലെ അല്ല, നല്ല പണിയുണ്ട് ഇപ്പാ. പിന്നെ ആര് പറഞ്ഞു കഷ്ടപ്പെട്ട് കേറാന്? അതെന്താണ് അങ്ങനെ പറയുന്നേ? ഒന്നുമില്ലല്ലോ, ഞാൻ നിന്റെ എടപ്പൊട്ട, ശ്രീ ഉറങ്ങിട്ട ഓള് ബിരുന്നും തോന്നുന്നു, നീ ഇടയിൽ ഒളിക്ക്. ഓക്കെ. റൂം ഏതാന്ന് പറ. ഇവിടുന്ന് എടുത്തോട്ട് രണ്ടാമത്തെ. ഓക്കെ, സെറ്റ്. ആദ്യം ഒളിക്കട പട്ടി. ഓക്കെ ഓക്കെ. നന്ദു, നീ ആരോടാ മിണ്ടിയത്? ഞാനാരോട് മിണ്ടാൻ? ഇല്ല, ഞാൻ കേട്ടല്ലോ നീ മിണ്ടുന്ന പോലെ. നിനക്ക് തോന്നിയതാവും പെണ്ണേ. ഓ അല്ല, നീ എന്താ ഉറങ്ങാത്തെ? അത് ചന്ദ്രനെ നോക്കിയിരുന്നതാ. ഈ മഴ മേഘത്തിന്റെ ഇടയിലാ? ഓ അല്ല, അതിപ്പോ മൂടിയത്, നേരത്തെ ഇവിടെ ഉണ്ടായി ചന്ദ്രൻ, ഞാൻ കണ്ടിനി. നീ എന്തോ കള്ളം പറയുന്ന പോലെ തോന്നുന്നു. ഞാനെന്ത് കള്ളം പറയാനും? എന്താന്നറിയില്ല, ഇവിടെ നല്ല ചൂട്. പെട്ടെന്ന് ഞാൻ റൂമിലോട്ട് പോട്ടെ. അതെ, ചൂട് കൂടും. എന്തോ മറച്ചു വെക്കുന്നുണ്ട്, ഞാൻ പിടിച്ചോളാം. എടി, പിന്നെ ഞാൻ ഓനെ കണ്ടിട്ട, സത്യം അവനവിടെ പോയിന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ട. എങ്ങനെ ഇടാ നിന്നെ കാണാൻ തോന്നി വന്നു. ആരെങ്കിലും കണ്ടിനേല്? എനിക്ക് ആരുടെ അനുവാദം വേണ്ട, എന്റെ ഭാര്യ കാണാൻ. ജീവട്ടാ, എല്ലാരും ഉണ്ട് ഇടാ. അയിന് പറ നന്ദു. ജീവട്ടാ വേണ്ട, ഓ അങ്ങനെ പോവാൻ വേണ്ടിട്ടാണേലും ഇത്രയും കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിന് എനിക്ക്. നന്ദുനെ കൂട്ടുപിടിച്ചൂലേ? എന്റെ ഭാര്യന്റെ റൂം അറിയില്ലല്ലോ. വേറെ ആരെങ്കിലും കണ്ടാലും ഓ വേഗം. ഇല്ല, എനിക്ക് വേണ്ടത് എടുത്തിട്ടേ പോന്നുള്ളൂ. നിന്നെ നന്ദൂന്ന് വിളിക്കാം, എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അതെ. ശ്രീ, ഐ എം റിയലി സോറി. ഇനി എന്തിനു സോറി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഇങ്ങനെ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോൾ എന്നോട് കൂടെ പറ. ഓക്കെ. പിന്നെ താങ്ക്സ്, ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. എന്നാ ഇപ്പൊ ഹാപ്പി? അത് കേട്ടാ മതി. എടീ, നീ ചെയ്യുന്നത് തെറ്റല്ലേ? അതെ. ഇതെങ്ങനെ അവസാനിപ്പിക്കുമെന്ന് അറിയില്ല. അത് വിട്, ഒരു കാര്യമുണ്ട്. എന്തേ? നിങ്ങക്ക് അപ്പ കല്യാണം ആലോചിക്കാൻ പോവാ. മനസ്സിലാരേലും ഉണ്ടാണേ? തുറന്നു പറഞ്ഞോ. നിങ്ങക്കെന്ത് തോന്നുന്നു? അപ്പ പറഞ്ഞത് ശരിയാ. നീ ആരെങ്കിലും സ്നേഹിച്ചിട്ട് കാക്ക മലർന്നു വറക്കും. അതന്നെ. അപ്പൊ നിങ്ങക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? നോ. ഞാൻ അമ്മയും അപ്പനെയും പറ്റിച്ച പോലെ ആവൂലേ ശ്രീ? ഞാൻ വെറുതെ. അല്ല, ഞാൻ ഓനെ വൈകുന്നേരം കണ്ടപ്പോ പറഞ്ഞത് നീ നല്ല ചൂട്ടിലാണെന്ന്. നിനക്ക് എന്താ പെണ്ണ പെട്ടെന്ന് ചൊടി വന്നത്?
ചേച്ചി, ആഹാ, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. നിങ്ങക്ക് എന്നെ അങ്ങനെ എന്നാ വിളിച്ചൂടെ പെണ്ണേ? നന്ദു ചെ കളഞ്ഞ്. ഞാൻ പറയണല്ല എണിച്ചിട്ട് പോണം. വേണ്ട, നീ പറ. ഇന്നലെ രാത്രി മൊത്തം എൻ്റെ ഒക്കെ ഉണ്ടായിട്ട് കാലത്തെ പറയാതെ പോയിനി. ചൊടി വരല അപ്പൊ അയിന നീ അയ്യേ. പിന്നെ കാലത്ത് ആരെങ്കിലും കണ്ടിനെങ്ക്? ഓ പെണ്ണേ, ഓന് നല്ല ധൈര്യമുണ്ട് നിന്നെ പോലെ. രാധ, എനിക്ക് എന്തെന്ന് അറിയുന്നില്ല, ബീച്ചാറാണ്. എന്തി നിങ്ങൾക്ക് ആയിനെ വെറുത്തില്ലെങ്കിൽ ഓന് ഇഷ്ടമുള്ള ആളെ കെട്ടി. നിങ്ങൾ ഇപ്പോഴും ഓൻ പറഞ്ഞെന്ന് ആലോചിച്ച് നിൽക്കുന്ന എന്തിന്? എന്തായിന് നിങ്ങൾക്ക്? നിങ്ങക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവില്ല. ഞാൻ എന്തെല്ലാം വിചാരിച്ചു വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോ എന്തി നിങ്ങൾ പറയുന്നേ? ഞാൻ എന്റെ ശ്രീന ഓനെ കൊണ്ട് കെട്ടിക്കാന്ന് വിചാരിച്ചതാ. എങ്ങനെയാവെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. ഓളെ കോളേജിൽ ചേർക്കാൻ പോയപ്പോ നോക്കാൻ പറഞ്ഞിട്ട് വന്നതാ. എന്നാ ഓനോളെ വിധിച്ചിട്ടാ. അത് വിട്, നിന്റെ ലവ് സ്റ്റോറി പറ. പറ. കേൾക്കാനുള്ള മൂഡിലാ? യെസ്, പറയണ. പറ. അത് എന്റെ ഡിഗ്രി അഡ്മിഷൻ സമയം. ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു? ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി? ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി? ഞാനിറുത്ത പനിനീർപ്പൂവിന് നീ എന്തിനു പരിമളമായി?